ഹലോ ഗൈസ്, അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഒരു ഹോൾ മലബാർ സ്പൈസി ചിക്കൻ കഴിഞ്ഞ ദിവസം മേടിച്ചത് കുറച്ചെടുത്തിട്ട് ബാക്കി അങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ ഇരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് ഓൾറെഡി വെന്തതാണല്ലോ, അപ്പോൾ ഒന്ന് ചെറുതായി ചെറിയ പീസസ് ആക്കി അത് മുറിച്ച് മാറ്റി വെച്ചു. പിന്നെ നമ്മളുടെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മുടെ ഒരു ചിക്കൻ്റെ ഒരു സ്പൈസി മസാലയുണ്ട്, അത് കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ അത് വഴറ്റുവാണ് കേട്ടോ നന്നായിട്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു പറയുക പച്ചമണമൊക്കെ ഒന്ന് മാറിയപ്പോൾ അതിലേക്ക് നമ്മുടെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ പറയുക, സ്വീറ്റ് സ്പൈസി ചിക്കൻ എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ചേർത്തത് കൊണ്ടിട്ട് ഒരു സ്വീറ്റ്നെസ് ഒക്കെ ഉണ്ട്, എന്നാലും ഒത്തിരി സ്പൈസിയുമാണ്. അപ്പോൾ എന്നിട്ട് ആ കഷ്ണങ്ങൾ ചിക്കൻ പീസസ് അതിലേക്കിട്ട് ഓൾറെഡി വെന്തതാണല്ലോ, പിന്നെ നമ്മൾ അതൊന്ന് ഇളക്കി. ഇതൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ, പക്ഷേ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. ഇനി ഇതുപോലെ ചിക്കൻ മേടിക്കുമ്പോൾ കുറച്ച് പീസസ് ഇതുപോലെ മാറ്റി വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, അടിപൊളിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ സംഭവം റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ മുട്ട റോസ്റ്റ് അല്ല, മുട്ട കറി ഉണ്ടാക്കുവാണ്. അതും ഉച്ചക്കത്തേക്കുള്ള ഒരു പ്രിപ്പറേഷൻ ലഞ്ചിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സവാളയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുത്തു. എന്നിട്ട് അത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റി അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അതിലേക്ക് അതൊന്ന് പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ നമ്മളതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തു കേട്ടോ. ചെറുതായി അരിഞ്ഞ ഒരു 2 തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ, അതിട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് വഴറ്റി ആ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ 2 മുട്ട താളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ച് താളിക്കുമല്ലോ, അതുപോലെ അതിലേക്ക് ഇടുന്നുണ്ട്. കാരണം എനിക്ക് ഓഫീസിൽ രാത്രിത്തേക്ക് ഡിന്നറിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ പുഴുങ്ങിയ മുട്ട ചേർത്ത് അത് ഉച്ചക്കത്തേക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് എടുക്കാൻ. അപ്പോൾ ഒരുമിച്ച് ഒറ്റ കറി അങ്ങോട്ട് വെക്കുവാണേ. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ഒന്ന് മൂടിയൊക്കെ വെച്ചു, ആ പൊട്ടിച്ചൊഴിച്ച മുട്ട വേകണമല്ലോ. അത് കഴിഞ്ഞതാ ഒന്ന് ചാറൊക്കെ ഒന്ന് കുറുകി വന്നപ്പോൾ തീ ഓഫ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ലഞ്ചിന് മുട്ടക്കറിയും പിന്നെ ചിക്കൻ്റെ ആ ഒരു സ്വീറ്റ് സ്പൈസി ചിക്കനും ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ലതായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ലഞ്ചിൻ്റെ വിഭവങ്ങൾ. അപ്പോൾ അടുത്ത വിശേഷവുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.